അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹു നമ്മുടെ ഇരുത്തം നാളെ മരണപ്പെട്ടവൻ്റെ മുന്നിലെത്തുമ്പോൾ നമുക്ക് അനുകൂലമായി വിധി പറയുന്ന നിമിഷങ്ങളിൽ എഴുതി ചേർക്കുമാറാകട്ടെ. ആമീൻ. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് സൂറ റഹ്മാൻ ആരംഭിക്കാൻ പോവാണ്. ഈ സൂറത്ത് നമ്മളെല്ലാ സൂറത്തിനെ കുറിച്ചും പറയുന്ന പോലെ സൂറത്ത് ഇറങ്ങിയ സന്ദർഭം ഉണ്ടാവും, പശ്ചാത്തലം, കോണ്ടെക്സ്റ്റ്. അപ്പോൾ അതിൽ ഈ സൂറത്ത് മക്കയിലാണെന്നും മദീനയിലാണെന്നും രണ്ട് അഭിപ്രായങ്ങളുണ്ട്. മക്കയിലാണ് എന്നതാണ് ഭൂരിപക്ഷ അഭിപ്രായം, കാരണം അതിൻ്റെ ഒരു സ്റ്റൈലും ഒക്കെ വെച്ചുകൊണ്ട് മക്കയിലാണ് എന്നുള്ളതാണ് അതിൻ്റെ ഭൂരിപക്ഷ അഭിപ്രായം. സൂറത്തിൻ്റെ നമ്മൾ കഴിഞ്ഞ സൂറ വാക്കിയൻ്റെ അവസാനത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഖുർആനിൽ ഓരോ ആയത്തുകളും ഹിദായത്ത് ആയതുപോലെ തന്നെ ഓരോ സൂറത്തുകളും ഹിദായത്താണ്. എന്ന് പറഞ്ഞാൽ ഒരായത്ത് നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്കൊരു പാഠം നൽകുന്നുണ്ട്. അതേപോലെ ഒരു സൂറത്ത് മൊത്തം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മെസ്സേജ് നൽകുന്നുണ്ട്. അപ്പം ഓരോ സൂറത്തും ഓരോ സ്റ്റൈലിലാണ് നമുക്ക് മെസ്സേജ് തരുന്നത്. ഓരോ ജീവിതത്തിൻ്റെ ഓരോ ഭാഗത്തെയാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ സൂറ വാക്കിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു, പരലോകം വെച്ചുകൊണ്ട് ഈ ലോകത്തെ പഠിപ്പിക്കുന്ന സ്റ്റൈലിലാണ് സൂറ വാക്കിയ അവതരിച്ചിട്ടുള്ളത്. ഈ സൂറത്ത് അർ-റഹ്മാൻ എന്ന അള്ളാഹുവിൻ്റെ നാമത്തെ ജീവിതവും പ്രപഞ്ചവും സ്വർഗവും നരകവും പ്രതിഫല നാളൊക്കെ വെച്ചുകൊണ്ട് അർ-റഹ്മാനെ പരിചയപ്പെടുത്തുന്ന സൂറത്താണ്. എന്ന് വെച്ചാൽ ഖുർആനിലെ തന്നെ മറ്റ് സൂറത്തുകളെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വളരെ സവിശേഷതയുള്ളൊരു സ്റ്റൈലാണിത്. കാരണം അള്ളാഹിൻ്റെ ഒരു സവിശേഷതയെ തന്നെ നമുക്ക് പരിചയപ്പെടുത്തുന്നു എന്നുള്ളത്. ഈ സൂറത്ത് മുസ്ലിം സമുദായത്തിനുള്ളിൽ വളരെ വളരെ ആൾക്കാർക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന, ആരോടും ഏത് സൂറത്താണ് ഏറ്റവും ഇഷ്ടമെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയുന്ന ഒരു സൂറത്താണ്. അത് മറ്റ് സൂറത്തുകൾക്ക് സൗന്ദര്യം ഇല്ലാത്തത് കൊണ്ടല്ല, പലപ്പോഴും നമുക്ക് അതുമാത്രം അറിയുന്നത് കൊണ്ടും അങ്ങനെ ഒരു പരിമിതി അതിലുണ്ട്. അതിൻ്റെ ഒരു സ്റ്റൈലിൻ്റെ ഒരു കാര്യം നമുക്ക് പെട്ടെന്ന് അത് സ്ട്രൈക്ക് ആകാൻ കാരണം അതിൽ 70ഓളം ആയത്തുകളിൽ 31 തവണ അള്ളാഹു ഒരേ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു കവിതയൊക്കെ വായിക്കുന്ന പോലെ അതിൻ്റെ റൈമിങ് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്നത്. നമുക്ക് ഇന്ന് ഇൻഷാ അല്ലാഹ് ഒന്നാമത്തെ ആയത്താണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, അർ-റഹ്മാൻ എന്നുള്ള. അർ-റഹ്മാൻ, റഹ്മ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റഹ്മാൻ എന്ന് ഇത് വരുന്നത് റഹ്മത്തിൽ നിന്നാണ്. അർ-റഹീമും അർ-റഹ്മാനും വരുന്നത് റഹ്മത്ത് എന്നുള്ള അള്ളാഹിൻ്റെ സവിശേഷതയാണ്. റഹ്മത്തിനെ നമ്മൾ സാധാരണ മലയാളത്തിൽ കാരുണ്യം എന്നാണ് പറയുക. ഇംഗ്ലീഷിൽ മേഴ്സി, കൈൻഡ്നെസ് എന്നൊക്കെ പറയുന്നത് അതാണ്. പക്ഷേ ഈ കാരുണ്യം എന്ന് പറയുന്ന വാക്ക് നമ്മളങ്ങനെ പറഞ്ഞാൽ ഈ റഹ്മത്തിനെ പൂർണ്ണമായിട്ടും അതെന്ത് ചെയ്യൂല, ഉൾക്കൊള്ളൂല. റഹ്മ് എന്ന് പറഞ്ഞാൽ ഗർഭപാത്രം എന്ന അർത്ഥത്തിൽ ഖുർആൻ ഉപയോഗിക്കുന്നുണ്ട്. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് ലളിതമായി പറയുകയാണെങ്കിൽ, ഇപ്പം നമുക്ക് കാരുണ്യം ആരോടാണ് തോന്നുക? പലപ്പോഴും നമുക്ക് ഒരു പാവപ്പെട്ട ആൾ, ഒരു ദുഃഖിച്ചിരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ പൈസ ഇല്ലാത്ത ഒരാൾ, അല്ലെങ്കിൽ പട്ടിണി കിടക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ മാനസികമായിട്ട് വല്ലാതെ സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരാൾ മരണപ്പെട്ട് ദുഃഖം അനുഭവിക്കുന്ന ആൾ, ഇങ്ങനത്തെ ആൾക്കാരോടാണ് വളരെ സ്വാഭാവികമായിട്ട് നമ്മൾ തോന്നിയാലും ഇല്ലെങ്കിലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് തോന്നുന്ന ഒരു വികാരമാണ് റഹ്മത്ത്. എന്ന് പറഞ്ഞാൽ ബേസിക് റിക്വയർമെൻ്റ് ഉണ്ട് മനുഷ്യന്. എല്ലാ വിഷയത്തിലും ഒരു ബേസിക് റിക്വയർമെൻ്റ് ഉണ്ട്. അതായത് മിനിമം ഇത്ര ഭക്ഷണം ഉണ്ടെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞു പോവുക, അല്ലെങ്കിൽ മിനിമം ഇത്ര മനസ്സിനൊരു ആരോഗ്യം ഉണ്ടാകണം, ദുഃഖമില്ലാതിരിക്കാൻ. ഈ ബേസിക് റിക്വയർമെൻറ്റിന് താഴെ പോകുന്ന ആൾക്കാരോട് അതിൻ്റെ മുകളിലെന്ന് പറയാൽ അതിലേക്ക് തോന്നുന്ന, അല്ലെങ്കിൽ അള്ളാഹു തോന്നാൻ മാത്രം നമ്മുടെ ഉള്ളിനെ സജ്ജീകരിച്ചിട്ടുള്ളൊരു വികാരമാണ് റഹ്മത്ത്. എന്ന് പറഞ്ഞാൽ ഏതൊരു വിഷയത്തിലും കുറവുള്ളവൻ്റെ കുറവ് നികത്താനുള്ള നമ്മുടെ ഉള്ളിലെ വളരെ സ്വാഭാവികമായിട്ടുള്ള വികാരമാണ് റഹ്മത്ത്. അപ്പോൾ റഹ്മത്ത് നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് തന്നെ അള്ളാഹു ഉണ്ട്, ദൈവമുണ്ട് എന്നതിന് വലിയ തെളിവാണ്. കാരണം നമ്മളായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതല്ല. നിങ്ങൾ ആരെയൊക്കെ എടുത്താലും, എത്ര വലിയ കുറ്റവാളിയാണെങ്കിലും അയാൾക്ക് കാരുണ്യം തോന്നുന്ന ഒരു മൊമെൻ്റ് ഉണ്ടാവും. ഒന്നുമില്ലെങ്കിലും അയാളുടെ ചെറിയ കുട്ടി കരയുമ്പം, അയാളുടെ ഒരു കുട്ടി അടുത്തുനിന്ന് കരയുമ്പം, എത്ര വലിയ ക്രിമിനലായ ആളാണെങ്കിലും അയാളുടെ ഉള്ളിൽ നിന്നൊരു സാധനം തോന്നും. അതാണ് കാരുണ്യം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ കുറവിനെ നികത്താനുള്ള സ്വഭാവവും സവിശേഷതയാണ് റഹ്മത്ത് എന്ന് പറയുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ
ഖുർആൻ മാതാപിതാക്കളോട് മക്കളോട് പറയുന്നുണ്ട്, മാതാപിതാക്കളോട് നിങ്ങൾ എങ്ങനെ പെരുമാറണം എന്ന് പറയുന്നിടത്ത് റഹ്മത്തിനെ അള്ളാഹു ചിത്രീകരിച്ച് കാണിക്കുന്നുണ്ട്. അള്ളാഹു പറയുന്നത് വഖ്ഫിൽ ലഹുമാ ജനാഹദുല്ലി മിനർ റഹ്മ, കാരുണ്യപൂർവ്വം വിനയത്തിന്റെ ചിറക് ഇരുവർക്കും താഴ്ത്തി കൊടുക്കുക എന്നുള്ളതാണ്. ഇതിലപ്പുറം സുന്ദരമായിട്ട് അതിനെ പറയാൻ കഴിയില്ല. എന്ന് വെച്ചാൽ നമുക്കൊരു ചിറകുണ്ടെങ്കിൽ അതിൽ നിറയെ കാരുണ്യമാണെങ്കിൽ അത് താഴ്ത്തി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പൊ താഴെയാണ് അവർ. അപ്പൊ ആർക്കോ കുറവുള്ളവർക്ക് വാർദ്ധക്യം ബാധിക്കുമ്പം അവർക്ക് ഏതോ അർത്ഥത്തിൽ ആരോഗ്യപരമായിട്ട് അവർ കുറവിലാണുള്ളത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾക്കുള്ള ആ കാരുണ്യത്തിന്റെ ചിറക് താഴ്ത്തി കൊടുക്കുകയാണ് ചെയ്യുക എന്നുള്ളത്. റഹ്മാൻ, റഹ്മാനും റഹീമും തമ്മിൽ ഉള്ള വ്യത്യാസത്തെക്കുറിച്ച് ധാരാളം വിശദീകരണങ്ങൾ നിങ്ങൾ ഏത് തഫ്സീർ എടുത്താലും കാണാൻ പറ്റും. ഒരു വിശദീകരണത്തിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റിക്ക് ഓൺ ചെയ്യാം, എന്നിട്ട് ബാക്കി നിങ്ങൾ പഠനത്തിന് ഞാൻ വിടുകയാണ്. റഹ്മാൻ എന്ന് പറയുന്നത് റഹ്മത്ത് പൊസസ് ചെയ്യുന്ന ആളാണ്, റഹ്മത്ത് ഉള്ള ആളാണ് റഹ്മാൻ. റഹീം എന്ന് പറയുന്നത് ആ റഹ്മത്ത് കാണിക്കുന്ന അള്ളാഹുവിൻ്റെ സവിശേഷതയാണ്. ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കി പോകാം. റഹ്മാൻ എന്ന് നമ്മൾ വായിക്കുമ്പം അല്ലെങ്കിൽ നമ്മൾ കേൾക്കുമ്പം, റഹ്മത്തിനെ കുറിച്ച് കേൾക്കുമ്പം അള്ളാഹു തരുന്ന, ഖുർആൻ തരുന്ന വളരെ പ്രധാനപ്പെട്ട മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു കാരുണ്യം നിറഞ്ഞവനാണ്, റഹ്മാനാണ്. അള്ളാഹു റഹ്മാൻ അൽ ഗഫൂർ എന്നൊക്കെ പറയുന്നത് നമുക്കും ആ ക്യാരക്ടർ ഉണ്ട്. എന്ന് വെച്ചാൽ റഹ്മത്ത് നമുക്കുമുണ്ട്, പുറത്തു കൊടുക്കാനുള്ള കഴിവ് നമുക്കുമുണ്ട്. പക്ഷെ അള്ളാഹു അൽ ഗഫൂറാണ്. എന്ന് വെച്ചാൽ പുറത്തു കൊടുക്കുന്നത് എത്ര മാക്സിമം കഴിയുമോ അത്രത്തോളം ഉള്ള ശക്തിയാണ്, നമുക്ക് അത്രയും എത്താൻ കഴിയില്ല. റഹ്മാൻ എന്ന് പറഞ്ഞാൽ റഹ്മത്ത് ഉണ്ട് എന്ന് മാത്രമല്ല, റഹ്മത്ത് അത്രത്തോളം വേറെ ഒരു സൃഷ്ടിക്കും സാധ്യമല്ലാത്തത്ര റഹ്മത്ത് നിറഞ്ഞ ഒരു സൃഷ്ടാവാണ് ആര്, ഒരു ശക്തിയാണ് അള്ളാഹു എന്നുള്ളതാണ് ഒന്നാമത്തെ മെസ്സേജ്. രണ്ടാമത് അള്ളാഹു കുറവില്ലാത്തവനാണ് എന്ന മെസ്സേജും റഹ്മാൻ നൽകുന്നുണ്ട്. അള്ളാഹ്ക്ക് എന്തില്ല? അള്ളാഹ്ക്ക് റഹ്മത്ത് ആവശ്യമില്ല, അള്ളാഹ് റഹ്മത്ത് കൊടുക്കുന്നവനാണ്. മൂന്ന്, അതൊന്ന്. ഇനി സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? റഹ്മാൻ പറയുമ്പം നമ്മൾ കുറവുള്ളവരാണ്. കുറവുള്ളവർ എന്ന് പറയുന്നത് അള്ളാഹുവുമായിട്ട് കമ്പയർ ചെയ്യുമ്പം നമ്മൾ കുറവുള്ളവരാണ്. എല്ലാ മേഖലയിലും ഏതോ അർത്ഥത്തിലുള്ള ഒരു കുറവ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലിമിറ്റേഷൻ നമുക്ക് ഉണ്ട്. രണ്ട്, നമുക്ക് പരിമിതമായ കാരുണ്യം കാണിക്കാൻ കഴിയുന്നവനാണ്. അള്ളാഹുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കാരുണ്യം കാണിക്കാൻ കഴിയും, പക്ഷെ അള്ളാഹുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പരിമിതമായ കാരുണ്യം കാണിക്കാൻ കഴിയുന്നവനാണ്. ഇത് സൂറ ഫാത്തിറിൽ 15-ാമത്തെ ആയത്തിൽ അള്ളാഹു ഇതിനെ പറയുന്നത് യാ അയ്യുഹന്നാസ്, മുസ്ലിങ്ങളോടല്ല, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. ഫക്കീറാണ്. ഫക്കീർ എന്ന് പറഞ്ഞാൽ ആവശ്യക്കാരനാണ്. നിങ്ങൾ എന്താണ്? അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാണ്. എന്തിന്റെ ആവശ്യം എന്നല്ല പറയുന്നത്, ആവശ്യക്കാരനാണ്. ഹുവൽ ഗനിയുൽ ഹമീദ്, അവനാരാണ്? അൽ ഗനിയാണ്. ഗനി എന്ന് പറഞ്ഞാൽ എല്ലാം തികഞ്ഞ, ആവശ്യങ്ങളില്ലാത്ത ആളാണ് ആര്? ഗനി, ഗനിയുൽ ഹമീദ് എന്നുള്ളത്. ഇനി ഗനീനെയും റഹ്മത്തിനെയും ചേർത്ത് വെച്ചുകൊണ്ട് അള്ളാഹു സൂറ അൻആമിൽ 133-ാമത്തെ ആയത്തിൽ പറയുന്നത് വറബ്ബുക്കൽ ഗനിയു ദുർ റഹ്മ എന്നാണ്. അള്ളാഹു ഗനീന്ന് നമ്മൾ പണക്കാരെയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ പണം കൊണ്ട് ആവശ്യമില്ലാത്ത ആളാണ് പണക്കാരൻ. അതേപോലെ പിന്നെ എല്ലാ മനസ്സുകൊണ്ട് ആരോഗ്യമുള്ളവനെയും നമ്മൾ ഗനിയ്, ഗിനൻ നഫ്സ് എന്ന് പറയും. അപ്പൊ അള്ളാഹു ഗനിയാണെന്ന് മാത്രമല്ല, ഗനിയു ദുർ റഹ്മയാണ്. എന്താണ്? റഹ്മത്ത് കൊണ്ട് എല്ലാം തികഞ്ഞവനാണ് എന്നുള്ളതാണ്. ഇനി ഖുർആനിൽ നമുക്കറിയാം, പിന്നെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന, മക്കയിൽ ഉണ്ടായിരുന്ന ഒരു വിഭാഗം ക്രിസ്ത്യാനികളായിരുന്നു, ക്രിസ്തുമത വിശ്വാസികളായിരുന്നു. അവരുടെ ഒരു വിശ്വാസമായിരുന്നു എന്ത്? ദൈവത്തിന് പുത്രനുണ്ട് എന്നുള്ളത്. അപ്പൊ ഖുർആനിൽ നമുക്ക് ഉടനീളം നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിന്, അള്ളാഹ്ക്ക് പുത്രനില്ല എന്ന് പറയുന്നതായിട്ട് ഇപ്പം വലം യകുല്ലഹു കുഫുവൻ അഹദ്, ലം യലിദ് വലം യൂലദ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറെ സ്ഥലത്ത് പറയുന്നുണ്ട്. അവിടെ നിങ്ങൾ നോക്കിയാൽ 3 പ്രാവശ്യം അള്ളാഹു വമാ യംബഇ ലിർറഹ്മാനി അൻ യത്തഖിദ വലദ എന്ന് പറയുന്നുണ്ട്. അള്ളാഹ്ക്ക് ഒരു പുത്രൻ ഉണ്ടാവുകയില്ല എന്നല്ല പറയുന്നത്, റഹ്മാൻ ഒരു പുത്രൻ ഉണ്ടാകുകയില്ല എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ആവശ്യമില്ലാത്തവനാണ്. റഹ്മത്തിന്റെയും ഒരർത്ഥത്തിൽ പുത്രൻ ഉണ്ടാകുന്ന പറഞ്ഞാൽ ഏതോ അർത്ഥത്തിൽ സൃഷ്ടിപ്പിന്റെ ഒരു കുറവാണെന്ത്, ഒരു പുത്രനിലൂടെ നമ്മൾ എന്തോ ഒരു ആവശ്യം സാധിക്കാന്നുള്ളത്. അപ്പം അള്ളാഹുവിന് പുത്രൻ ഉണ്ടാകുകയില്ല എന്ന് പറയുന്നിടത്ത് റഹ്മാനാണ് ഖുർആൻ 3 സ്ഥലത്ത് ഉപയോഗിച്ചത് എന്ന് കാണാൻ പറ്റും. റഹ്മത്ത് പിന്നെ ചെറുപ്പം മുതൽ മുസ്ലിങ്ങളാണെങ്കിലും പിന്നെ അല്ലാത്തവരാണെങ്കിലും കാരുണ്യം എന്നത് ചെറുപ്പം മുതൽ കേൾക്കുന്ന ഒരു സാധനമാണ് മുസ്ലിങ്ങൾ. നമ്മുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ 2 പ്രശ്നങ്ങളുണ്ട്. ഇത് നമുക്ക് എപ്പോഴാണ് മനസ്സിലാകുന്ന വെച്ച് കഴിഞ്ഞാൽ ഖുർആൻ പഠിക്കുമ്പോഴാണ് മനസ്സിലാകുക. ഖുർആൻ മൊത്തം പഠിക്കണ്ട, സൂറ റഹ്മാൻ മാത്രം പഠിച്ചാലും നമുക്കിത് മനസ്സിലാവും. 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ
ഇതിനെ മനുഷ്യരുമായി ബന്ധപ്പെടുത്തി മാത്രമാണ് റഹ്മത്തിനെ മനസ്സിലാക്കുന്നത്. നമ്മൾ കാരുണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് തോന്നുന്ന ഇത് മനുഷ്യബന്ധങ്ങളിലാണ് പരിമിതം. രണ്ട്, നമ്മൾ ഭൗതികമായിട്ട് മാത്രമേ റഹ്മത്തിനെ കാണുന്നുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് പൈസ ഇല്ല, അല്ലെങ്കിൽ ഒരാൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, വിഷമമുണ്ട്, അയാളുടെ വിഷമം തീർക്കുന്നു. ഇതൊക്കെ ഏതോ അർത്ഥത്തിൽ ഭൗതികമാണ്. ഇതെന്താണെന്ന് ഞാൻ പറയാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നമ്മളുടെ കാഴ്ചപ്പാടിൻ്റെ രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്നെന്താണ്, മനുഷ്യബന്ധങ്ങളിലുള്ള റഹ്മത്തിനെ കുറിച്ച് മാത്രമേ നമ്മൾ കാരുണ്യമുള്ളൂ. രണ്ട്, ഭൗതികമായ ആവശ്യങ്ങളുടെ മേഖലയിൽ മാത്രമേ നമ്മൾ കാരുണ്യത്തെ, മേഴ്സിയെ കുറിച്ച് ചിന്തിക്കാറുള്ളൂ. ഖുർആനിലെ റഹ്മത്തിനെ കുറിച്ച് നോക്കിയാൽ സമഗ്രമായ കാഴ്ചപ്പാട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇത്രയും വിശാലമായിരുന്നോ റഹ്മത്ത് എന്നുള്ള കാഴ്ചപ്പാട് എന്ന് നമുക്ക് മനസ്സിലാവും. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് സൂറ റഹ്മാൻ. നിങ്ങൾ സൂറ റഹ്മാൻ ഇന്നെടുത്ത് പോയിട്ട് അർ റഹ്മാൻ കഴിഞ്ഞിട്ടുള്ള വിഷയങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റഹ്മത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വിഷയവും അവിടെ കാണാൻ കഴിയില്ല. എന്ന് വെച്ചാൽ ഒരാളെ സഹായിക്കുന്നതോ, അല്ലെങ്കിൽ ഒരാൾ കരയുമ്പം അയാളുടെ കണ്ണീരൊപ്പുന്നതോ, ഒരാളുടെ പൈസ കൊടുത്ത് സഹായിക്കുന്നത്, ഇതൊന്നും സൂറ റഹ്മാനിൽ കാണാൻ പറ്റില്ല. നമ്മൾ അർ റഹ്മാൻ കഴിഞ്ഞിട്ട് വായിക്കുന്നതിൽ നിന്ന് റഹ്മാൻ പറയേണ്ട ആവശ്യം എന്താണ് എന്ന് ചിന്തിച്ചാൽ ഒരു എന്തുകൊണ്ടാണ് അർ റഹ്മാൻ പറഞ്ഞിട്ട് പിന്നെ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ, ഇതും റഹ്മത്തും തമ്മിൽ എന്താണെന്ന് നമുക്ക് ഇതാകും. അപ്പോൾ റഹ്മത്ത്, ഖുർആനിൽ റഹ്മത്തിനെ കുറിച്ച് എന്താണ് പറയുന്നത് എന്നാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഒന്നാമത് ഖുർആൻ പറയുന്ന വിഷയം, ഒന്നാമതായിട്ട് പറയുന്നത് സൃഷ്ടിപ്പിൽ ഒരു വ്യവസ്ഥ നമുക്ക് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരു സിസ്റ്റം. നിങ്ങൾ സൂര്യനെ നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് രാവിലെ എന്ത് ചെയ്യുന്നു, സൂര്യൻ ഒരു പ്രത്യേക സമയത്ത് ഉദിക്കുന്നു, അസ്തമിക്കുന്നു. ചന്ദ്രൻ ഒരു സിസ്റ്റം നമുക്ക് കാണാൻ പറ്റും. പൂവിന് ഒരു സിസ്റ്റം കാണാൻ പറ്റും. മഴയ്ക്ക് ഒരു സിസ്റ്റം കാണാൻ പറ്റും. അത് കറക്റ്റ് അളവിലാണ് വീഴുന്നത്, എങ്ങനെയോ എപ്പോഴോ അല്ല ചെയ്യുന്നത്, അതിന് കറക്റ്റ് സിസ്റ്റം ഉണ്ട്. മേഘത്തിന് ഒരു സിസ്റ്റം. സൃഷ്ടിപ്പിൽ നമ്മുടെ ഹാർട്ടിന് ഒരു സിസ്റ്റം ഉണ്ട്, നമ്മുടെ കണ്ണിന് ഒരു സിസ്റ്റം ഉണ്ട്. സൃഷ്ടിപ്പിൽ എന്തുണ്ട്, ഒരു സിസ്റ്റം ഉണ്ട്, ഒരു മെഷർമെന്റ് ഉണ്ട്, ഒരു കൃത്യമായ അളവുണ്ട്. അല്ലാഹു പറയുന്നത് സൃഷ്ടിപ്പിൽ ഈ കുറവില്ലാത്ത അവസ്ഥ കൊടുക്കുന്നവൻ ആരാണ്? അർ റഹ്മാനാണ്. അള്ളാഹിന്റെ റഹ്മത്തിനെ കുറിച്ച് ഖുർആൻ പറയുന്ന ആദ്യത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൃഷ്ടിപ്പിന് കുറവില്ലാതെ ഇരിക്കുന്നതിന്റെ കാരണം അള്ളാഹിന്റെ റഹ്മത്താണ്. അപ്പം കുറവില്ലാതെ വരുത്തുക എന്ന അള്ളാഹിന്റെ റഹ്മത്തിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പം നമ്മളിത് ഒരിക്കലും നമ്മുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യാത്തൊരു പോയിന്റ് ആയിരിക്കും. പൂവിന് അതിന് കറക്റ്റായിട്ട് ഒരു കുറവില്ലാതെ സുന്ദരമായി നമുക്ക് തോന്നുന്നത് അള്ളാഹിന്റെ റഹ്മത്ത് എന്ന ക്യാരക്ടറിന്റെ ഭാഗമാണ്. ക്ലിയർ ആണല്ലോ അല്ലെ? ഇത് നമുക്ക് മനസ്സിലാക്കാൻ സൂറ അൽ മുഅ്മിനിൽ 7-ാമത്തെ ആയത്തിൽ റബ്ബന വസിഅത് കുല്ല ഷൈഇൻ റഹ്മ എന്ന് പിന്നെ ഉള്ള പ്രാർത്ഥന ഉണ്ട്. റബ്ബന വസിഅത് കുല്ല ഷൈഇൻ റഹ്മ, എല്ലാ കാര്യങ്ങളെയും നിന്റെ റഹ്മത്ത് വലയം ചെയ്തിരിക്കുന്നു നാഥ എന്ന് പറയുന്നുണ്ട്. സൂറ മുൽക്കിൽ അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാക, അള്ളാഹു എന്ത് ചെയ്തിരിക്കുന്നു, സമാവാത്തിനെ അട്ടുകളായിട്ട് വളരെ കൃത്യമായി സൃഷ്ടിച്ചിരിക്കുന്നു. മാ തറ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്ത് എന്നാണ്. മാ തറ, നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, ഖൽഖിർ റഹ്മാനി, അർ റഹ്മാന്റെ സൃഷ്ടിപ്പിൽ ഒരു തരത്തിലുള്ള വിടവുകളും പിഴവുകളും കാണാൻ കഴിയുകയില്ല എന്ന് പറയുന്നിടത്ത് സൃഷ്ടിപ്പിൽ ഈ കുറവില്ലാത്തതിന്റെ കാരണം അള്ളാഹിന്റെ റഹ്മത്താണ്. ഫർജിഇൽ ബസർ, നിങ്ങൾ ഒന്നും കൂടി നോക്കി നോക്കുക, നിങ്ങൾ മേഘത്തെയും ആകാശത്തെയും പൂവിനെയും ചന്ദ്രനെയും നോക്കി നോക്കുക. ഹൽ തറാ മിൻ ഫുതൂർ, നിങ്ങൾക്ക് എന്തെങ്കിലും കുറവ് അതിൽ കാണാൻ കഴിയുന്നുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കുന്നത് റഹ്മത്തിന്റെ ഭാഗ്യമാണ്. ഫാത്തിഹ നിങ്ങൾ എടുത്ത് നോക്കുക, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീനാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? റബ്ബിൽ ആലമീനാണ്. മൊത്തം പ്രപഞ്ചത്തെ പറഞ്ഞതിന് ശേഷം എന്താ പറയുന്നത്? അർ റഹ്മാനി റഹീം എന്നുള്ളത്. അള്ളാഹനെ പ്രപഞ്ചത്തോട് കണക്ട് ചെയ്തിട്ട് പിന്നെ കണക്ട് ചെയ്യുന്ന അള്ളാഹിന്റെ ക്യാരക്ടർ റഹ്മത്താണ് എന്നുള്ളതാണ്. ഇനി ഖുർആനിലെ സൂറ അറാഫിൽ 56-ാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മളോട് പിന്നെ നമ്മളിത് കുളമാക്കരുത് എന്ന് പറയുന്ന ശൈലിയിൽ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ, എന്ത് ചെയ്യരുത്, ഞാൻ ഇതിനെ വളരെ കൃത്യമായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യരുത്, അതുമ്മ പോയിട്ട് ഫസാദ് ചെയ്യരുത്. വദഉ ഖൗഫൻ വതമഅ, നിങ്ങൾ എന്ത് ചെയ്യുക, അള്ളാഹുവിനെ പിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന റഹ്മത്തുല്ലാഹി ഖരീബ് എന്ന് പറയുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം സൃഷ്ടിപ്പിൽ പ്രപഞ്ചത്തിൽ ഈ വളരെ കൃത്യമായിട്ട് ബാലൻസും സിസ്റ്റവും ഉണ്ടാക്കിയത് അള്ളാഹിന്റെ റഹ്മത്തിന്റെ ഭാഗമാണ് എന്നാണ് അവിടെ പറയുന്നത്. ഇനി ഖുർആനിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സൃഷ്ടിപ്പിൽ സൗന്ദര്യം ഉണ്ടാകുന്നതിന്റെ കാരണവും അള്ളാഹിന്റെ റഹ്മത്താണ്. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എന്താണ്?
എന്താണ് ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ? ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഘടകങ്ങളും ഒരു കൃത്യമായ ബാലൻസിൽ ഒത്തു വരുമ്പോഴാണ് നമുക്ക് അതിന് അട്രാക്റ്റീവായിട്ട് തോന്നുക. അതിങ്ങനെ നമുക്ക് അതിൻ്റെ ഒരു ബാലൻസ് ഇല്ലാതെ തെറ്റിപ്പോകുന്നിടത്താണ് നമ്മൾ അതിന് സൗന്ദര്യമില്ല എന്ന് പറയുക. എന്ത് കാര്യത്തിനും സൗന്ദര്യം വരുന്നത് കൃത്യമായ ബാലൻസോടുകൂടി വളരെ ക്ലിയർ ആയിട്ട് എല്ലാ ഘടകങ്ങളും ഒത്തുവരുന്നതാണ്. അപ്പോൾ റഹ്മത്ത് ഉണ്ടാവുമ്പോൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു കാര്യത്തിന് അങ്ങനെ സൗന്ദര്യം കൊടുക്കാൻ പറ്റുള്ളൂ. ഖുർആനിൽ പറയുന്നത് സജദ, സൂറ സജദയിൽ പറയുന്നത് ദാലിക ആലിമുൽ ഗൈബി വശഹാദത്തിൽ അസീസുർ റഹീം. അർ റഹീം എന്ന് പറഞ്ഞതിന് ശേഷം അല്ലദീ അഹ്സന കുല്ല ഷൈഇൻ ഖലഖ, സൃഷ്ടിച്ചതിനൊക്കെയും ഏറ്റവും പെർഫെക്ഷനോടുകൂടി സൗന്ദര്യത്തോടുകൂടി സൃഷ്ടിച്ചത് ആരാണ്? അർ റഹീമാണ് സൃഷ്ടിച്ചത് എന്നുള്ളതാണ്. അപ്പൊ ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പൊ ഇത് വേറെ തന്നെ ഒരു തലമാണ്. ഇതും കൂടി നമ്മളെ ചിന്തയിൽ വരണം. നമ്മൾ നാളെ ഒരു പൂവിനെ കാണുമ്പം അള്ളാഹിനെ കുറിച്ച് ഓർക്കുമ്പം അള്ളാഹിന്റെ റഹ്മത്തിനെ കുറിച്ചും കൂടി ആലോചിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു പൂവിന് അത്രയും സൗന്ദര്യവും സുഗന്ധവും കൊടുക്കാൻ സൃഷ്ടാവിന് കഴിയുമെങ്കിൽ നമ്മുടെ ഹൃദയങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും? അള്ളാഹ്ക്ക് ആ സുഗന്ധവും ആ സൗന്ദര്യവും തരാൻ കഴിയും എന്നതും കൂടി നമ്മളാക്കണം. ഇനി നമ്മൾ മനുഷ്യരുമായി ബന്ധപ്പെട്ട റഹ്മത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, റഹ്മത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം സമ്മതിക്കേണ്ട ഒരു കാര്യം നമുക്ക് കുറവുകൾ ഉണ്ട് എന്നാണ്. ഇത് മനുഷ്യന്റെ വേറെ വലിയ പ്രശ്നമാണ്. ഖുർആൻ പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് കുറവുകൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാത്തോടത്തോളം നിങ്ങൾക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടെത്താൻ കഴിയുകയില്ല. ഇസ്തഗ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കുറവില്ല എന്ന് സമ്മതിക്കലാണ്. ഇതൊരു വലിയ ടാസ്ക്കാണ്. നമ്മളിപ്പോൾ കേട്ടിരിക്കുമ്പോൾ ഇത് പ്രശ്നമില്ല, എനിക്ക് കുറവുണ്ട്. ആൾക്കാർ കുറവുണ്ട് എന്ന് സമ്മതിക്കൂല. അറ്റ്ലീസ്റ്റ് എല്ലാ മേഖലയിലും കുറവ് എന്ത് ചെയ്യൂല? സമ്മതിക്കില്ല. ചില മേഖലയിലൊക്കെ എന്ത് ചെയ്യും? വേണമെങ്കിൽ സമ്മതിക്കും. എല്ലാവർക്കും അക്സെപ്റ്റഡ് ആയിട്ടുള്ള നമുക്ക് കുറവുണ്ട് എന്ന് സമ്മതിക്കുമ്പോഴേ റഹ്മാനെ കണ്ടെത്താൻ തുടങ്ങാൻ പോലും കാര്യമുള്ളൂ. അവന്റെ കാരുണ്യം ആവശ്യമുണ്ട് എന്ന് തിരിച്ചറിയണം. നമ്മൾ പലപ്പോഴും മനുഷ്യരുമായിട്ടുള്ള ഈ കാരുണ്യമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഭൗതിക വിഭവങ്ങളുടെ കുറവാണ്. ഇനി ഖുർആൻ പഠിപ്പിക്കുന്നത് എവിടെയൊക്കെ കുറവുണ്ടോ അവിടെയൊക്കെ റഹ്മത്ത് വേണം. ക്ലിയർ ആണ്? എവിടെയൊക്കെ നമുക്ക് കുറവുണ്ടോ അവിടെയൊക്കെ അള്ളാഹിന്റെ റഹ്മത്ത് വേണം. ഇത് നമുക്ക് പഠിപ്പിക്കുന്ന വളരെ സുന്ദരമായ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു പ്രാർത്ഥനയാണ്. നിങ്ങൾ ഈ സന്ദർഭം മാത്രം ഖുർആനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഖുർആനോട് തന്നെ ഒരു ഇഷ്ടം തോന്നുന്ന ഒരു സന്ദർഭമാണ്. യുവാവായ മൂസാ നബി അലൈഹി ഇസ്ലാം നാട് വിട്ട്, കുടുംബം വിട്ട്, പൈസ ഇല്ലാതെ, ഒന്നുമില്ലാതെ ഒരു അറിയാത്ത പ്രദേശത്ത്, ഒരു മനുഷ്യനെയും അറിയാത്തൊരു പ്രദേശത്ത് പോയി പെടുകയാണ്. അവിടെ നിന്നുകൊണ്ട് ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇങ്ങനെയാണ്: റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. എന്നും ചോദിക്കുന്നില്ല, പക്ഷെ നീ എനിക്ക് ഇപ്പൊ തരുന്ന എന്തിനും ഞാൻ ഫക്കീറാണ് നാഥ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാല് ഈ സമയത്ത് നീ എനിക്കൊരു ബന്ധം തരികയാണെങ്കിൽ അതങ്ങനെ, നീ എനിക്ക് കുറച്ച് സ്നേഹം തരികയാണെങ്കിൽ അതങ്ങനെ, നീ എനിക്ക് കുറച്ച് ഭക്ഷണം തരികയാണെങ്കിൽ അങ്ങനെ, നീ ഇപ്പം എനിക്ക് തരുന്ന എന്തിനും ഞാൻ ഫക്കീറാണ് നാഥ. ശരിക്കും നമ്മളെല്ലാ നിമിഷവും ഈ പ്രാർത്ഥന പ്രസക്തമാണ്. അതിനുശേഷം എന്താ നടക്കുന്നത് ഖുർആനിൽ? അതിനുശേഷമാണ് നാണത്തോടുകൂടി രണ്ട് യുവതികൾ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുത്തേക്ക് വരേണ്ടത്. നിങ്ങളെ പഠനത്തിന് ഞാൻ വിട്ടുതരികയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയൊക്കെ കുറവുണ്ടോ അവിടെയൊക്കെ റഹ്മത്ത് വേണമെന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് റഹ്മത്ത് മനസ്സിലാക്കുള്ളൂ. നമുക്ക് കുറവ് എന്താണ് എന്ന് തിരിച്ചറിയണം. ഖുർആൻ ഏറ്റവും കൂടുതൽ റഹ്മത്ത് പ്രയോഗിച്ച സ്ഥലങ്ങൾ നോക്കിയാൽ ഹിദായത്തിന്റെ കുറവിനെ കുറിച്ചാണ് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. പൈസന്റെ കുറവോ പട്ടിണിന്റെ കുറവോ നമ്മുടെ കാഴ്ചയുടെ കുറവോ ഒന്നുമല്ല. ഖുർആനിൽ നിങ്ങൾ റഹ്മത്ത് എന്ന പദം വെറുതെ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഭൂരിപക്ഷ സ്ഥലത്തും മാക്സിമം ഓൾമോസ്റ്റ് 90% അള്ളാഹു പറയുന്നത് ഹിദായത്തിന്റെ കുറവിനെ കുറിച്ചാണ്. അള്ളാഹ് നമ്മളോട് പറയുന്ന കാര്യം, നമുക്കുള്ള കുറവുകളിൽ ഏറ്റവും സീരിയസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കുറവുണ്ടെങ്കിൽ അത് നാളെ സ്വർഗം നഷ്ടപ്പെടും എന്ന കുറവാണ്. ഹിദായത്ത് നമുക്കില്ല, നമ്മൾ നേരായ വഴിയിലല്ല എന്നുള്ള കുറവാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഏറ്റവും നഷ്ടത്തിലാകുന്ന കുറവ് ഏതാണ്? അത് അള്ളാഹുവിനെ നഷ്ടമാകുന്ന കുറവാണ്. അപ്പം അള്ളാഹു പറയുന്നത് നമുക്ക് വേണ്ട റഹ്മത്ത്, ഏറ്റവും വേണ്ട മേഖല ഹിദായത്തിന്റെ മേഖലയാണ്. അതിലൊന്നാമത് അള്ളാഹു അതിനെക്കുറിച്ച് പറയുന്നത്, നിങ്ങൾ ഖുർആാനിനെ കുറിച്ചുള്ള പ്രയോഗങ്ങൾ ഖുർആനിൽ നോക്കിക്കഴിഞ്ഞാൽ, ഖുർആാനിനെ കുറിച്ച് പറയുന്ന പ്രയോഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ അള്ളാഹു റഹ്മത്തായിട്ട് ഖുർആനെ പരിചയപ്പെടുന്നതായിട്ട് കാണാൻ പറ്റും. തൻസീലും മിനർ റഹ്മാനിർ റഹീം. ഖുർആൻ ആരിൽ നിന്നാണ് അവതരിച്ചത്? അള്ളാഹു എന്നല്ല അവിടെ ഉപയോഗിക്കുന്നത്, അർ റഹ്മാനിർ റഹീം. അർ റഹ്മാനിർ റഹീം എന്നാണ്. എന്തുകൊണ്ടാണ്? കുറവുകൾ നികത്താൻ വേണ്ടി അള്ളാഹു നമുക്ക് തന്ന സമ്മാനമാണെന്ത്? ഖുർആൻ എന്ന് പറയുന്നത്. സൂറ യൂനുസില് അള്ളാഹു പറയുന്നത് 57-ാമത്തെ ആയത്തില്, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ,
ഖദ് ജാഅതുക്കും മൗഇദത്തും മിർ റബ്ബിക്കും, നിങ്ങൾക്ക് അള്ളാഹിന്റെ അടുത്ത് ഉപദേശം വന്നിരിക്കുന്നു. വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, നിങ്ങളുടെ ഹൃദയങ്ങളുടെ രോഗത്തിനുള്ള ശമനം ഖുർആനെ കുറിച്ചാണ് പറയുന്നത്. വഹുദൻ, ഹിദായത്ത്, വറഹ്മതൻ ലിൽ മുഅ്മിനീൻ, റഹ്മത്താണ് എന്ത് ഖുർആൻ എന്ന് പറയുന്നത്. അപ്പം ഹിദായത്തിന്റെ നമ്മുടെ കുറവ് നികത്താൻ വേണ്ടിയിട്ടാണ് അള്ളാഹു എന്ത് ചെയ്തിട്ടുള്ളത്, ഖുർആനെ ഇറക്കിയിട്ടുള്ളത്. സൂറ ആൽ ഇംറാനിൽ അള്ളാഹു നമ്മളൊരു പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട്. എന്താണത്? റബ്ബന ലാ തുസിഅ ഖുലൂബന ബഅദ ഇദ് ഹദൈതന. ഭയങ്കര പ്രാർത്ഥനയാണ്. റമളാനൊക്കെ ശേഷം നമ്മൾ എന്തായാലും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. നമ്മളെ ഹിദായത്തിലാക്കിയതിനു ശേഷം പടച്ചവനെ വഴികേടിലാക്കട്ടെ, ഇതിലും വലിയ ദുരിതം വേറെ വരാനില്ല. നല്ല മാർഗം കണ്ടിട്ട് പിന്നെ നമ്മൾ ദുരിതത്തിലേക്ക് പോകുന്നു. എന്നിട്ട് എന്താ പറയുന്നത്? വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, നീ എന്ത് ചെയ്യണം? റഹ്മത്ത് തരണം. അങ്ങനെ ഹിദായത്തിലേക്ക് പോകാൻ കഴിയുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എന്താ പറയുന്നത്? റഹ്മത്തുൽ ലിൽ ആലമീൻ എന്നാണ്. ലോക ജനതക്ക് എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റഹ്മത്താണ്. എങ്ങനെയാണ്? മക്കയിൽ ജീവിച്ച, മദീനയിൽ ജീവിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന് ശേഷമുള്ള ജനതക്കും റഹ്മത്താകുക. അത് പൈസ കൊണ്ടോ കണ്ണീരൊപ്പുന്നിടത്തൊന്നോ ഒന്നുമല്ല, ഹിദായത്തിന്റെ കാര്യത്തിലാണ്. അവർക്ക് മാർഗദർശനം കാണിക്കുന്നിടത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റഹ്മത്തുൽ ലിൽ ആലമീൻ ആകുന്നത്. നമുക്കിത് പഠിപ്പിക്കുന്ന പാഠം എന്താണ്? ഹിദായത്തിനെ നമ്മൾ വലിയ കുറവായിട്ട് മനസ്സിലാക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ ഇനി മുതൽ അർ റഹ്മാൻ റഹീം എന്ന് പറയുമ്പം നമ്മുടെ വീടിന്റെ പ്രശ്നവും ജോലിയുടെ പ്രശ്നവും വരുന്നതോടൊപ്പം തന്നെ നേർവഴിയിലാക്കണേ, ആ കുറവും കൂടി നികത്തണേ എന്ന പ്രാർത്ഥനയും കൂടി നമ്മുടെ ഇതിൽ വരണം എന്നുള്ളതാണ്. ഖുർആനില് പിന്നെ അള്ളാഹു പറയുന്ന മറ്റൊരു ഇത് ലമഗ്ഫിറത്തുൻ മിനല്ലാഹി വറഹ്മത്തുൻ ഖൈറും മിമ്മാ യജ്മഊൻ എന്നാണ്. നിങ്ങൾ ലോകത്ത് നിങ്ങളുടെ ജീവിതത്തിൽ വാരിക്കൂട്ടുന്ന എന്തിനേക്കാൾ ഹൈറായത് രണ്ട് കാര്യമേ ഉള്ളൂ. ഒന്ന് നിങ്ങളുടെ പാപമോചനമാണ്, രണ്ട് റഹ്മത്താണ്. ഇതിലും വലിയ സമ്പത്തോ ഇതിലും വലിയ അമൂല്യമായ കാര്യമോ നിങ്ങൾക്ക് കിട്ടാനില്ല എന്ന് അള്ളാഹു പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മുടെ ദഅവയുടെ കൺസെപ്റ്റും മാറും. എന്നത് ദഅവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ഇസ്ലാം പറഞ്ഞു കൊടുക്കുന്നതാണ് നമ്മൾ ദഅവയായിട്ട് മനസ്സിലാക്കുന്നത്. ഒരു മനുഷ്യൻ സത്യം മനസ്സിലാകണമെങ്കിൽ അവന് വരണ്ട അറിവുകൾ മാത്രം നൽകിയാൽ പോരാ, അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ്റെ കുറവുകൾ കൂടി നമ്മൾ മനസ്സിലാക്കണം. എല്ലാവർക്കും സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് കാർഡടക്കി വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. ഇസ്ലാം അങ്ങനെയല്ല, അള്ളാഹു അങ്ങനെയല്ല. അള്ളാഹിനെ ഒരാൾക്ക് മനസ്സിലാകണമെങ്കിൽ അയാളുടെ ഉള്ളിലെ കുറവുകൾ കൂടി നികത്തപ്പെടണം. അറിവിൻ്റെ മാത്രം പ്രശ്നമല്ല ദൈവം എന്ന് പറയുന്നത്, വൈകാരികമായ പ്രശ്നം കൂടിയാണ് ദൈവം. ഒരാളെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പം അയാളുടെ കുറവ് മനസ്സിലാക്കിയിട്ട് അയാൾക്ക് എന്താണ് ദൈവത്തെ കണ്ടെത്താനുള്ള കുറവ് അതും കൂടി മനസ്സിലാക്കുന്ന ഒരു ബന്ധം ഉണ്ടായി കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, അറിവ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. മക്കൾക്ക് നിങ്ങൾ വലിയ വരണ്ട പ്രസംഗങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അവർക്ക് ഒന്നും മനസ്സിലാകാൻ പോകുന്നില്ല. അവർക്കുള്ള കുറവിനെ മനസ്സിലാക്കി കാരുണ്യം കൂടി ചേർത്ത് വെച്ചിട്ടുള്ള ഒരു പറച്ചിൽ പറയുമ്പോഴേ യഥാർത്ഥത്തിൽ ഹിദായത്ത് ലഭിക്കുകയുള്ളൂ എന്ന വലിയ പാഠമാണ് എന്ത് ചെയ്യുന്നത് അള്ളാഹു ഇവിടെ നമുക്ക് നൽകുന്നത് എന്ന് കാണാൻ പറ്റും. അപ്പം ഇതോടൊന്നിച്ച് തന്നെ നമുക്ക് ഇസ്ലാം പറഞ്ഞു കൊടുക്കുന്നതിൽ നമ്മളെ കുറവും നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയല്ലോ, നമ്മൾ ചിലപ്പോൾ വെറുപ്പിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. നമ്മളെ കുറവ് എന്താണ്, നമ്മൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നതിൽ എന്താണ് നമ്മുടെ കുറവ്. മൂസാ നബി അലൈഹി സ്വലാം ഫിർഔന്റെ അടുത്തേക്ക് പോകാൻ അള്ളാഹു പറഞ്ഞപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം ഞാൻ എല്ലാം ഓക്കെ ആണ്, പെർഫെക്റ്റ് ആണ് എന്ന് പറഞ്ഞ് പോവുകയല്ല ചെയ്ത്. മൂസാ നബി അലൈഹി സ്വലാം എന്ത് ചെയ്യാണ്? റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രാർത്ഥനയാണ്, ഏറ്റവും കുറവുകൾ മനസ്സിലാക്കിയിട്ടുള്ള പ്രാർത്ഥനയാണ്. എന്താണ്? പടച്ചവനെ എൻ്റെ സ്വദിറിനെ നീ വിശാലമാക്കി തരണേ, എൻ്റെ നാക്കിലെ കെട്ടുകളെ നീ മാറ്റി തരണേ എന്ന് പറഞ്ഞാൽ നമുക്കുള്ള കുറവുകൾ കൂടി മനസ്സിലാക്കുക എന്നുള്ളത് ഹിദായത്തിൻ്റെ വലിയ ഇതാണ്. ഇനി ഖുർആനിൽ നമ്മൾ നോക്കുമ്പം നമുക്ക് റഹ്മത്തിനെ കുറിച്ച് ഒരു വളരെ തെറ്റായിട്ടുള്ളൊരു ഉപരിപ്ലവമായിട്ടുള്ള കാഴ്ചപ്പാട്. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായി എല്ലാ നല്ല കാര്യങ്ങളും മാത്രം നടക്കുക, കുറേ പൈസ ഉണ്ടാകുക, കുറേ അതല്ല. നമുക്ക് സ്വർഗം കിട്ടാൻ നമുക്കുള്ള കുറവ് എന്താണോ ആ കുറവിന് അനുഗുണമായിട്ടുള്ള റഹ്മത്തിനെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. ഇനി നമുക്ക് മനസ്സിലാകാൻ സൂറ സുഹ്റൂഫില് അവിശ്വാസികളായിട്ടുള്ള ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്. വഖാലു ലൗ ഷാ അർ റഹ്മാനു മാ അബ്ദനാഹും. റഹ്മാൻ വിചാരിച്ചിരുന്നെങ്കിൽ നമ്മൾ അവിശ്വാസികളാവൂലായിരുന്നു. അപ്പം നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ ഉള്ളിലെ കൺസെപ്റ്റ് കൂടിയാണ്. അള്ളാഹ് റഹ്മാനാണല്ലോ, പിന്നെ എല്ലാവരും മുസ്ലിങ്ങളാക്കിയാൽ പോരെ, അള്ളാഹിന്റെ റഹ്മത്തിന്റെ ഭാഗമാണല്ലോ. അവർ പറയുന്നതിനെ അള്ളാഹ് വിമർശിക്കുകയാണ്. എന്ത്?
റഹ്മാൻ വിചാരിച്ചിരുന്നെങ്കിൽ നമ്മളൊന്നും എന്ത് ചെയ്യൂല, അള്ളാനെ അല്ലാതെ വിശ്വസിക്കൂല എന്ന് പറയുന്നത് നമ്മുടെ തെറ്റാ. ഹിദായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സുകൊണ്ട് തയ്യാറായാൽ അള്ളാഹു നമ്മുടെ കുറവ് നികത്തി തരലാണ്. നമ്മൾ നടക്കാൻ തയ്യാറായാൽ അള്ളാഹു ഓടി വരലാണ്. നമ്മൾ കൈ നീട്ടാൻ തയ്യാറായാൽ അള്ളാഹ് ചേർത്ത് പിടിക്കലാണ് ഹിദായത്ത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ആരുടെ നിന്നായിരിക്കണം? നമ്മൾ വെച്ചാലേ റഹ്മത്തിന് അവിടെ പ്രസക്തി ഉള്ളൂ എന്ന് കാണാൻ പറ്റും. പരലോക ശിക്ഷയും ഹിദായത്ത് റഹ്മത്തിന്റെ ഭാഗമാണ്. ഇതൊക്കെ നമ്മുടെ കൺസെപ്റ്റിൽ എവിടെയോ ഇതാത്താണ്. എന്തിനാണ് റഹ്മാൻ ശിക്ഷിക്കുന്നത്? എന്തിനാണ് റഹ്മാൻ ശിക്ഷിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. അള്ളാഹു റഹ്മാൻ ആണെങ്കിൽ എന്തിനാണ് ശിക്ഷിക്കുന്നത്? നീതിയുടെ കുറവിനെയാണ് അവിടെ അള്ളാഹു നികത്തുന്നത്. നീതിയുടെ കുറവിനെ റഹ്മത്ത് കൊണ്ട് നികത്തുന്നതാണ് എന്ത്? പരലോകത്തിലെ വിചാരണയും നീതിപൂർവമുള്ള സ്വർഗനരക ശിക്ഷയും എന്ന് പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ഇതാണ് ഒന്നാമത്തെ ഭാഗം, എന്ന് വെച്ചാൽ ഹിദായത്തിന്റെ കുറവിനെ നികത്തുന്ന കാര്യം. രണ്ടാമത്തെ ഭാഗം പാപങ്ങൾ എന്ന നമ്മുടെ കുറവും റഹ്മത്തുമാണ്. അപ്പൊ രണ്ടാമത് അള്ളാഹുവിന് നമുക്ക് റഹ്മത്ത് തരുന്ന മേഖല പാപങ്ങളാണ്. തെറ്റ് ചെയ്തു, നമ്മൾ തെറ്റ് ചെയ്തു, ആ തെറ്റിനെ പൊറുക്കപ്പെടണമെങ്കിൽ വെറുതെ ഡ്രൈ ആയിട്ടുള്ളൊരു പ്രവർത്തനമല്ല അത്. അള്ളാഹിന്റെ കാരുണ്യം കൊണ്ട് തൗബ എന്ന് പറഞ്ഞാൽ എന്താണ്? തൗവാബ് എന്ന് പറഞ്ഞാൽ നമ്മളിലേക്ക് തിരിയുന്നവനാണ്. തൗവാബ് തിരിഞ്ഞാലേ നമുക്ക് തൗബ ചെയ്യാൻ കഴിയുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളോട് തിരിയാത്തൊരു റഹ്മാനെ കുറിച്ച്. നമ്മളിലേക്ക് തിരിയുന്ന സ്നേഹം കൊണ്ട് നിറയുന്ന, കാരുണ്യം കൊണ്ട് നിറയുന്ന ഒരു പണീന്റെ പേരാണെന്ത്? ഗിൽറ്റ് എന്നുള്ളതും പാപമോചനം എന്നുള്ളതും. നമുക്ക് തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് പുറത്തു തരണമെങ്കിൽ എന്ത് വേണം? റഹ്മത്ത് വേണം. അപ്പൊ അവിടെയും എന്താണ് റഹ്മാൻ? നിങ്ങള് അർ റഹ്മാൻ കഴിഞ്ഞിട്ട് അർ റഹീം എന്ന അള്ളാന്റെ നാമമുണ്ട്. അത് 105 തവണയാണ് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ 72 തവണയും ഉപയോഗിച്ചത് അൽ ഗഫൂർ എന്ന പദത്തിന്റെ പേരിന്റെ ഒന്നിച്ചാണ്. 9 തവണ ഉപയോഗിച്ചത് അത്തവാബ് എന്ന നാമത്തിന്റെ. അപ്പൊ 72 + 9 81 തവണയായി. 181 തവണയും പാപമോചനവുമായി ബന്ധപ്പെട്ടാണ് അർ റഹീം ഉപയോഗിച്ചത് എന്ന് കാണാൻ പറ്റും. ആദം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അള്ളാഹു പരിചയപ്പെടുന്നുണ്ട് ഖുർആനിൽ. അതിൽ തന്നെ വലിയ പാഠങ്ങളുണ്ട്. അതില് ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ആദ്യത്തെ പ്രാർത്ഥന ഇങ്ങനെയാണ്. തെറ്റ് ചെയ്യുന്നതായിട്ടാണ് അള്ളാഹു പരിചയപ്പെടുന്നത്. ആദം നബി അലൈഹി ഇസ്ലാം തെറ്റ് ചെയ്യുന്നതായിട്ട് ഇതിൽ പ്രാർത്ഥിക്കുകയാണ്. ഖാല റബ്ബന വലംന അൻഫുസന. ഇത്രയും പ്യുവർ ആയിട്ടുള്ള ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു പാപമോചന പ്രാർത്ഥന കാണാൻ പറ്റില്ല. റബ്ബന വലംന അൻഫുസന. ആദ്യം പറയുന്നത് എന്താണ്? ഞാൻ തെറ്റ് ചെയ്തു പോയി, സമ്മതിക്കലാണ്. റബ്ബന വലംന അൻഫുസന വ ഇല്ലം തഗ്ഫിർ ലനാ വ തർഹംന. ഇസ്തിഗ്ഫാർ മാത്രം പോരാ, വ തർഹംന, എന്റെ കുറവുകൾ നീ നികത്തി തന്നില്ലെങ്കിൽ ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടത്തിലായി പോവും നാദ എന്നതാണ്. അള്ളാഹിന്റെ റഹ്മത്തില്ലെങ്കിൽ നമ്മൾ പൂർണ്ണമായും നഷ്ടത്തിലായി പോവും എന്നുള്ളതാണ്. അപ്പം തെറ്റുകളുടെ മേഖലയിൽ വരുന്ന നമ്മുടെ കുറവുകൾക്ക് അള്ളാഹിന്റെ റഹ്മത്ത് വേണം. സൂറ കഹ്ഫില് അള്ളാഹ് പറയുന്ന ഒരു കാര്യം, നമ്മൾ തെറ്റ് ചെയ്യുമ്പം അപ്പം തന്നെ അള്ളാഹു പിടിച്ച് നരകത്തിലിട്ടിരുന്നെങ്കിൽ ലോകത്തിന് എന്ത് ചെയ്യൂല? ഒരു മനുഷ്യനും ബാക്കിയാവൂല. തെറ്റ് തിരുത്താനുള്ള സന്ദർഭം തരുന്നത് റഹ്മത്തിന്റെ ഭാഗമാണ്. സൂറ കഹ്ഫിൽ അള്ളാഹു പറയുന്നത് വറബ്ബുകൽ ഗഫൂറു ദുർ റഹ്മ. അള്ളാഹു ആരാണ്? ഗഫൂറും റഹ്മാനുമാണ്, റഹ്മത്തുള്ളവനുമാണ്. ലൗ യുവാഹിദുഹും ബിമാ കസബു. അള്ളാഹു എങ്ങാൻ നിങ്ങൾ ചെയ്തതിനപ്പം പിടിക്കുമായിരുന്നെങ്കിൽ ലഅജ്ജല ലഹുമുൽ അദാബ്, ഇപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്തിരുന്നു? നിങ്ങൾക്ക് അദാബ് വരുമായിരുന്നു. അപ്പൊ നമുക്ക് തെറ്റ് ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇന്ന് നമ്മൾ ഒരു തെറ്റ് ചെയ്തു, നാളെ രാവിലെയും കണ്ണ് തുറക്കുന്നുണ്ടല്ലോ. ആ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ അതൊരു വലിയ അവസരമാണ്. ആ മൊത്തം രാത്രി മരിക്കാതെ നമ്മൾ ബാക്കിയാവുന്നത് അള്ളാഹിന്റെ റഹ്മത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ഇനി അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് തരുന്ന ലെസൺ എന്താണ്? അപ്പൊ ഒന്നാമത്തെ പാഠം എന്താണ്? ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ റഹ്മത്ത് ഉൾപ്പെടുത്തണം. രണ്ടാമത്തെ പാഠം എന്താണ്? തെറ്റിന്റെ പാപമോചനം തേടുമ്പോൾ നമ്മൾ റഹ്മത്തിനെ തേടണം. ഇനി മൂന്നാമത് നമ്മുടെ കുറവ്, നമ്മൾ ഒരിക്കലും സമ്മതിക്കാത്ത കുറവ് അഹങ്കാരം, സ്വാർത്ഥത, ഈഗോ ഒക്കെയാണ്. ഞാൻ ഇതുവരെ നമ്മുടെ ഭൗതികമായ കുറവിൽ എത്തിയിട്ട് വരെ ഇല്ല. അഹങ്കാരം നമ്മുടെ കുറവാണ്, കൂടുതലല്ല. സ്വാർത്ഥത നമ്മുടെ കുറവാണ്, ഈഗോ നമ്മുടെ കുറവാണ്, നമുക്ക് അസൂയ തോന്നുന്നത് നമ്മുടെ കുറവാണ്. അള്ളാഹു പറയുന്നത് ഇതിനെയൊന്നും നമ്മൾ റഹ്മത്തുമായിട്ട് കണക്ട് ചെയ്യില്ല. നമ്മൾ ഇതിനെ മാറ്റിത്തരാൻ പ്രാർത്ഥിക്കുമ്പം ഇതൊരു കുറവായി മനസ്സിലാക്കുകയും അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം നിങ്ങൾക്ക് ഖുർആനിൽ
എല്ലാ കഴിവും സമ്പത്തും ഉണ്ടായിട്ട് എങ്ങനെ മുസ്ലിമായി ജീവിക്കണമെന്ന് പഠിക്കണമെങ്കിൽ ഏറ്റവും നല്ല ഉദാഹരണം സുലൈമാൻ നബി അലൈഹി ഇസ്ലാമാണ്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് തന്നെ എല്ലാം ഉള്ളപ്പോൾ എങ്ങനെ ശുക്ർ ചെയ്യുന്ന ഒരാളായിട്ട് ജീവിക്കാം എന്നുള്ളതാണ്. അതിലൊരു സംഭവമാണ് ഉറുമ്പുകളുടെ സംഭവം. ഉറുമ്പുകളെ പരിചയപ്പെടുത്താനോ ഉറുമ്പുകൾ പറയുന്നത് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് കേൾക്കുന്നു എന്ന് പറയാനോ ഒന്നുമല്ല. അവിടെ നടക്കുന്നത് എന്താണ്? ഉറുമ്പുകൾ പേടിക്കുകയാണ്. എന്താ ഉറുമ്പുകൾ പറയുന്നത്? സാധാരണ രാജാക്കന്മാർ വന്നു കഴിഞ്ഞാൽ ചവിട്ടി മെതിച്ചിട്ടാണ് എന്ത് ചെയ്യുക, പോവാ. ഇതാണ് ആര് കേൾക്കുന്നത്? സുലൈമാൻ നബി അലൈഹി സ്വലാം വരുന്നത്. എന്ന് വെച്ചാൽ എല്ലാ പവറും ഉള്ള ഒന്നുമല്ലാത്ത ഒരു ഉറുമ്പ് പറയുന്നത് കേൾക്കാണ്. എന്താണ് ഉറുമ്പ് പറയുന്നത്? സാധാരണ ഒരു കാരുണ്യവും കാണിക്കാതെ ചവിട്ടി മെതിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഇങ്ങനത്തെ പവറുള്ള ആൾക്കാർ പോവാ. തബസ്സമ, പുഞ്ചിരിക്കുകയാണ്. എന്നിട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാം പറയുന്നു, വഖാല റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക് എന്നാണ് പറയുന്നത്. നിങ്ങൾ ആലോചിക്കുക, എന്ത് സുന്ദരമായ പ്രാർത്ഥനയാണ്. പടച്ചവനെ, എന്നെ നീ ശുക്ർ നിന്റെ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യുന്നവനാക്കി മാറ്റണേ, അതിനുള്ള കഴിവ് തരണേ എന്നാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് വൻ അഅമല സ്വാലിഹൻ തർലാഹ, നിനക്ക് ഇഷ്ടമുള്ള അമലുകൾ ചെയ്യുന്നവനാക്കി മാറ്റണേ. വ അദ്ഖിൽനി ബി റഹ്മതിക് എന്നാണ് പിന്നെ പ്രയോഗിക്കുന്നത്. എന്നെ നീ നിന്റെ റഹ്മത്തിലേക്ക് കടത്തണേന്നാണ്. റഹ്മത്തൊരു ഫുള്ള് നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ കടത്തണേ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് പാഠം? എല്ലാ സ്വത്തും എല്ലാ സാധനം ഉണ്ടാവുമ്പോൾ അഹങ്കാരം ഉണ്ടാകരുതേ നാഥ, റഹ്മത്ത് കൊണ്ട് ആ കുറവിനെ നീ മാറ്റിത്തരണേ എന്നാണ് അവിടെ പ്രാർത്ഥന. ഇനി ദുൽഖർനൈന്റെ സംഭവം ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ദുൽഖർനൈൻ വലിയൊരു സംഭവം ചെയ്യുന്ന, വലിയൊരു എന്താണ് അമാനുഷികമായ ഒരു സംഭവം ഒരു സമൂഹത്തിന് ചെയ്തതിന് ശേഷം ദുൽഖർനൈൻ പറയുന്നത് എന്താണ്? ഖാല ഹാദാ റഹ്മത്തു മിർ റബ്ബി, ഇതെന്റെ കഴിവൊന്നുമല്ല, ഇതെന്താണ്? അള്ളാന്റെ റഹ്മത്താണ് എന്നാണ്. അപ്പൊ ഇത് നമുക്ക് തരുന്ന പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ സ്വഭാവത്തിലെ കുറവുകൾ നമ്മൾ സമ്മതിക്കണം. അഹങ്കാരം ഉണ്ടെങ്കിൽ അതൊരു കുറവായി മനസ്സിലാക്കി അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. അസൂയവും ഏഷണിയൊക്കെ നമ്മുടെ പ്രശ്നമാണെങ്കിൽ, അതെന്താണ്? നാക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്തത് നമ്മുടെ പ്രശ്നമാണെങ്കിൽ, സാമ്പത്തിക രംഗത്ത് നമുക്ക് സൂക്ഷ്മത നമ്മുടെ പ്രശ്നമാണെങ്കിൽ, ഇതൊക്കെ കുറവാണ്. അതിനുള്ള ചികിത്സ എന്താണ്? റഹ്മത്താണ് എന്ന് മനസ്സിലാക്കണം. ഇനി നമുക്കറിയുന്നൊരു വിഷയം, ദുഃഖം, മാനസിക സമ്മർദ്ദം, ഇങ്ങനത്തെ ഒക്കെ വിഷയങ്ങൾ ഇത് മനുഷ്യന് വരുന്നതാണ്. നമുക്ക് ദുഃഖം വരുന്നു, നമ്മളൊന്നുമില്ലാതാകുന്ന അർത്ഥത്തിൽ തകർന്നു പോകുന്നു, നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ മരണപ്പെട്ടു പോകുന്നു, നമുക്ക് ജോലിയില്ലാതെ ആകെ വിഷമിക്കുന്നു, മനുഷ്യൻ സമ്മർദ്ദത്തിലാകപ്പെടുന്നു. ദുഃഖ സന്ദർഭത്തിൽ നമ്മളെ ഏറ്റെടുക്കാൻ റഹ്മാൻ എപ്പോഴും അടുത്തുണ്ട് എന്ന ആത്മവിശ്വാസത്തിൽ നമ്മൾ ഓരോ നിമിഷവും ജീവിക്കണം. ഇത് അള്ളാഹ് പറയുന്നതാണ്. അവനിലേക്ക് തിരിയണം. അവനിലേക്ക് തിരിയുമ്പം കുറവുള്ള, അവന്റെ മുന്നിൽ ഒന്നുമല്ലാത്തൊരു കുട്ടിയെ പോലെ നമ്മൾ തിരിയണം. അള്ളാഹിന്റെ മുന്നിൽ ഇങ്ങനെ നിറഞ്ഞിട്ട് പടച്ചവനെ എൻ്റെ ഇത് മാറ്റിത്തരണേ എന്ന് പറയാൻ മാത്രം നമ്മൾ ഇല്ല, നമ്മൾ കുറവുള്ളവനാണ്. ഒരു കുട്ടിയെ പോലെ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ നമുക്ക് അറിയാവുന്ന ഹദീസാണ്, പക്ഷെ നിങ്ങൾ ഈ ഹദീസിനെ കുറിച്ച് ആലോചിച്ച് നോക്കാം. അള്ളാഹിന്റെ റഹ്മത്തിന് 100 ഭാഗങ്ങളുണ്ട്. അതില് പിന്നെ സൃഷ്ടികൾക്ക് അതിൽ ഒരു ഭാഗമാണ് അള്ളാഹു കൊടുത്തത്. എന്നിട്ട് ആ ഒരു ഭാഗത്തിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുക എന്ന് വെച്ചാൽ അള്ളാഹിനെ ഏറ്റവും മനസ്സിലാക്കിയ പ്രവാചകൻ അതിനെ വിശദീകരിക്കുകയാണ്. ഒരു ഉമ്മാന്റെ റഹ്മത്ത് ഈ ഒരു ഭാഗത്തിൽ വരുന്നത്. അപ്പൊ ലോകത്തിലുള്ള എല്ലാ മാതൃത്വത്തിന്റെയും റഹ്മത്ത് ഈ ഒരു ഭാഗത്തിൽ. എന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. കുതിര അതിന്റെ കാല് എടുത്ത് മാറ്റുകയാണ്. അപ്പൊ മാറ്റുമ്പം അതിന്റെ കാല് ഷാർപ്പാണ് അടിയിൽ. അതിന്റെ കുട്ടിക്ക് പരിക്കേൽക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ കുളമ്പ് ഇങ്ങനെ മെല്ലെ മാറ്റി വെക്കുന്നത് ഈ 1% അതാണ് അള്ളാഹിന്റെ റഹ്മത്തിന്റെ ഒരു ഭാഗം. അങ്ങനെയാണെങ്കിൽ 99 ഭാഗങ്ങൾ എന്തായിരിക്കും എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആ 99 ഭാഗങ്ങളുള്ളവനാണ് റഹ്മാൻ. നമ്മളെ ഏത് മുറിവിനെയും, നമ്മളെ ഏത് വിഷമത്തെയും, നമ്മളെ ഏത് സമ്മർദ്ദത്തെയും അള്ളാഹിന്റെ റഹ്മത്തിന്റെ ഒരു തുള്ളി വന്ന് തട്ടിയാൽ മതി അത് ഇല്ലാതാകാൻ എന്നുള്ളതാണ്. അപ്പം നമ്മൾക്ക് ദുഃഖത്തിന്റെ മേഖലയിലും നമുക്ക് വേണ്ടത് റഹ്മത്താണ്. അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന എന്താണ്? നമുക്കറിയാം അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ രോഗം എന്താണ്. അയ്യൂബ് നബി ഈ പ്രാർത്ഥനയുടെ സൗന്ദര്യം, അയ്യൂബ് നബി അലൈഹി ഇസ്ലാം രോഗം മാറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല എന്നുള്ളതാണ്. എന്താ പ്രാർത്ഥിക്കുന്നത്? അയ്യൂബ ഇത് നാദാ റബ്ബഹു അന്നി മസ്സനിയൽ ദുർറ്, എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു രോഗം വന്നിട്ടുണ്ട്. അൻത അർഹമുർ റാഹിമീൻ, രോഗം മാറ്റിത്തരണേന്നല്ല, നീ അർഹമുർ റാഹിമീൻ അല്ലേ, നിനക്ക് റഹ്മത്ത് നിറഞ്ഞവല്ല, പിന്നെ ഞാൻ പറയേണ്ട പോലും ആവശ്യമില്ല. അള്ളാഹിന്റെ ഒരു സിഫത്ത് എടുത്ത് വെക്കുക മാത്രമാണ് അയ്യൂബ് നബി അലൈഹി ഇസ്ലാം പറയുന്നത് എന്ന് കാണാൻ കഴിയും. അപ്പം
എല്ലാ ദുഃഖങ്ങൾക്കും നമുക്കുള്ള ആദ്യത്തെ ശമനം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റഹ്മത്താണ് എന്നുള്ളതാണ്. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ വൈകാരികതയും നിറഞ്ഞാണ്. ഈ റഹ്മത്തിനെ മനസ്സിലാക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലെ പല ഭാഗങ്ങൾ നോക്കിയാൽ മതി. പ്രവാചകൻ ഒരു സ്ഥലത്ത് പറയുന്നത്, പ്രവാചകൻ ഹസൻ റളിയല്ലാഹു അൻഹു കുട്ടിയായിരുന്നപ്പം തൻ്റെ മടിയിൽ വെക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: അള്ളാഹുവേ, എനിക്ക് അവരോട് റഹ്മത്തുള്ളതുപോലെ നിനക്കും അവരോട് റഹ്മത്ത് ഉണ്ടാകണേ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ചേർത്ത് പിടിക്കൽ എന്താണ്? റഹ്മത്തിന്റെ ഭാഗമാണ് എന്നാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് നമുക്ക് തരുന്ന പാഠം എന്ന് പറയുന്നത്? ദുഃഖത്തിന്റെ സമയത്ത് നമ്മൾ ആദ്യം തിരിയേണ്ടത് റഹ്മാന്റെ അടുത്തേക്കാണ് എന്നുള്ളതാണ്. റഹ്മത്ത് പല രീതിയിൽ ഉണ്ട്. ഇത് വേറൊരു പ്രശ്നമാണ്. നമുക്ക് പലപ്പോഴും റഹ്മത്ത് എന്താണെന്ന് കണ്ടെത്താൻ കഴിയാത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും. നമ്മളെപ്പോഴും റഹ്മത്തിനെ പൈസയായിട്ടും വളരെ സമ്പത്തുമായിട്ടൊക്കെ കണക്ട് ചെയ്യുന്നതുകൊണ്ട് റഹ്മത്ത് എന്താണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ബദർ യുദ്ധത്തിന്റെ സമയത്ത് മഴ ഒരു റഹ്മത്താണ്, ഉറക്കം ഒരു റഹ്മത്തായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു ഗുഹന്റെ ഉള്ളിലായപ്പോൾ സക്കീന, സമാധാനം ഉള്ളിൽ ഇറക്കി കൊടുക്കുന്നത് ഒരു റഹ്മത്താണ്. റഹ്മത്ത് എന്താണ് എന്ന് തിരിച്ചറിയണം. ഖുർആനിലെ കാറ്റിനെ റഹ്മത്തായിട്ട് പറയുന്നുണ്ട്. വമിൻ ആയാതിഹി യുർസില റിയാഹ മുബശ്ശിറാത്തിൻ വലിയുദീകക്കും മിർ റഹ്മതിഹി എന്നാണ്. യുദീകക്കും എന്ന് പറഞ്ഞാൽ അവരെ ആസ്വദിപ്പിക്കാൻ, അവരെ അനുഭവിപ്പിക്കാൻ, എൻ്റെ റഹ്മത്ത് അനുഭവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കാറ്റിനെ ഞാൻ അയച്ചത് എന്നുള്ളതാണ്. ഒരു സൂഫി കവിതയിൽ പറയുന്നത്, നമ്മൾ കരയുമല്ലോ, കരയുമ്പോൾ നമ്മുടെ കണ്ണുനീര് നമ്മൾ കൈകൊണ്ട് തുടക്കുന്നതിന് മുമ്പേ തുടക്കുന്ന ആരാണ്? കാറ്റാണ്. ഈ കാറ്റ് റബ്ബ് ആ കാറ്റിനാൽ നമ്മുടെ കണ്ണുനീർ തുടക്കുന്നതാണ് എന്ന് പറയുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം റഹ്മത്ത് എന്താണ് എന്ന് തിരിച്ചറിയൽ വലിയൊരു പണിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ വിഷമിച്ചിരുന്ന ഒരു സമയത്താണ് സൂറ ലുഹ ഇറങ്ങുന്നത്, അല്ലെ? സൂറ ലുഹയിൽ അള്ളാഹു പ്രവാചകനോട് നോക്കാൻ പറയുന്നത് എങ്ങോട്ടാണ്? വല്ലുഹ വല്ലൈലി ഇദാ സജ. അതിന്റെ ഇടയിൽ ഒന്നും പറയുന്നില്ല. എന്താ പറയുന്നത്? നീ ലുഹ നോക്ക്, പുറത്തു നോക്കിയിട്ട് ലുഹ നോക്ക്. വല്ലൈലി ഇദാ സജ, രാത്രി എത്ര സമാധാനപൂർവ്വമാണ്. ലുഹ മാത്രമല്ലല്ലോ, നിന്റെ ജീവിതത്തിൽ രാത്രി വരുന്നുണ്ട്. രാത്രി മാത്രമല്ല, നിന്റെ ജീവിതത്തിൽ പിന്നെയും ലുഹ വരുന്നുണ്ട്. ഇതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് ചുറ്റുമുള്ള നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഒന്ന് ശ്വാസം കഴിച്ച് ഒന്ന് വെറുതെ ചുറ്റിനും നോക്കിയാൽ ഒരു സൂര്യോദയം തന്നെ നമുക്ക് എന്ത് ചെയ്യും? വലിയ റഹ്മത്തായിട്ട് തോന്നും. ഒരു സമാധാനമുള്ള രാത്രിയിൽ നമുക്ക് റഹ്മത്ത് അനുഭവിക്കാൻ കഴിയും. അവസാനമായിട്ട് നമ്മൾ റഹ്മാനെ ശരിക്ക് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ മതം പഠിക്കുമ്പം ആദ്യം അള്ളാഹിൻ്റെ ശിക്ഷയെക്കുറിച്ചാണ് പഠിക്കുന്നത്, അള്ളാഹിൻ്റെ നിയമത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. അള്ളാഹ് പറയുന്നത് ബൈ ഡീഫോൾട്ട് അള്ളാഹിൻ്റെ ക്യാരക്ടർ റഹ്മത്താണ്. അവൻ്റെ റഹ്മത്ത് അവൻ്റെ കോപത്തെ അതിജയിക്കും എന്നാണ്. പക്ഷെ റഹ്മത്താണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്, റഹ്മാനെയാണ് ആദ്യം പരിചയപ്പെടേണ്ടത്. നമ്മുടെ കുട്ടികൾക്ക് ആദ്യം പരിചയപ്പെടുത്തി കൊടുക്കേണ്ട അള്ളാഹിൻ്റെ ക്യാരക്ടർ റഹ്മത്താണ്. എങ്ങനെയും ചേർത്ത് പിടിച്ച് പുറത്തു തരുന്ന ഒരു നാഥൻ. അത് കഴിഞ്ഞിട്ടാണ് 1 by 1 ആയിട്ട് ബാക്കിയെല്ലാം പരിചയപ്പെടുത്തുന്നത്. അള്ളാഹിനെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ സൂറത്ത് ഇറങ്ങിയത് എവിടെയാണ്? മക്കയിലാണ്. എന്ന് വെച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം തുടങ്ങിയ ആദ്യ കാലഘട്ടത്തിൽ ആ ജനതയോട് അള്ളാഹു പരിചയപ്പെടുത്തി കൊടുക്കാൻ പറയുന്ന ക്യാരക്ടർ ഏതാണ്? അർ റഹ്മാൻ. അതിനുവേണ്ടി മൊത്തൊരു സൂറത്ത് പറയുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമാണ് എല്ലാ സൂറത്തിന്റെയും മുന്നേ നമ്മൾ ഓതുന്നത് എന്ന് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തിനെ കുറിച്ച്, അള്ളാഹിന്റെ റഹ്മത്തിനെ കുറിച്ച് പറയുന്ന കുറേ ഹദീസുകളുണ്ട്. അതിൽ നമുക്ക് കണ്ണ് നിറഞ്ഞു പോകുന്ന ഹദീസുകളിൽ ഒരു ഹദീസാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു യുദ്ധ സന്ദർഭത്തിൽ ഒരു സ്ത്രീ യുദ്ധത്തിന് ശേഷം കുട്ടിയെ നഷ്ടപ്പെട്ടിട്ട്, മുലകുടി പ്രായമുള്ള കുട്ടിനെ നഷ്ടപ്പെട്ട് ഇങ്ങനെ ഓടി നടക്കുകയാണ്, ആകെ കൂടി ഓടി നടക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തെ അള്ളാഹിനെ പരിചയപ്പെടുത്താൻ ഉപയോഗിക്കുകയാണ്. പ്രവാചകൻ സഹാബത്തിനോട് ചോദിക്കുന്നത്, ഈ ഉമ്മാക്ക് തൻ്റെ കുട്ടിയെ ഇപ്പം കിട്ടിയാൽ അതിനൊരു തീയിലിടും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് വിചാരിച്ചു. അപ്പം സഹാബത്തൊന്നും ഒരിക്കലും ഇല്ല. ഉമ്മ എങ്ങനെയാണ് കുട്ടിയുടെ അതിനേക്കാൾ. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അള്ളാഹ്ക്ക് ആ ഉമ്മാനേക്കാൾ നിങ്ങളോട് റഹ്മത്തുണ്ട്. അള്ളാഹ്ക്ക് ആ ഉമ്മ തീയിലിടുന്നതിനേക്കാൾ വെറുപ്പാണെന്ത്? നിങ്ങളെ നരകത്തിലിടുന്നത് എന്ന് പറയുന്നത് അള്ളാഹ് എന്ന റഹ്മാനെ നമുക്ക് പരിചയപ്പെടുന്നതിൻ്റെ ഇതാണ്. ഇനി ഖുർആനിൽ ഇതൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ശരിക്കും മനസ്സ് തട്ടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹു നിഷേധികളെ കുറിച്ച് പറയുന്നത്, അവർ നിഷേധിക്കുന്നത് ആരെയാണ്? ആ റഹ്മാനെയാണ് നിഷേധിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു കാരുണ്യവാനായ നാഥനെ നിഷേധിക്കുന്നതിൻ്റെ ഒരു ഗൗരവത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. ഇതിനെക്കുറിച്ച് അള്ളാഹു 7 തവണ ഖുർആനിൽ പറയുന്നത്, വഹും യക്ഫുറൂന ബിർ റഹ്മാൻ,
ഇത്രയും കാരുണ്യം നിറഞ്ഞ നാഥനെയാണ് അവർ നിഷേധിക്കുന്നത് എന്നാണ്. നമ്മൾ തെറ്റ് ചെയ്യുമ്പോഴും നമ്മൾ അവഗണിക്കുന്നത് ആരെയാണ്? അർ റഹ്മാനെയാണ് എന്ന് കാണാൻ കഴിയും എന്നുള്ളതാണ്. ഇനി പിന്നെ ഇതാണ് ഈ ആയത്തിൻ്റെ അർ റഹ്മാൻ എന്നുള്ള ആയത്തിൻ്റെ പിന്നെ ഒരു ആകത്തുക. റഹ്മത്ത് എന്ന ആ ഒരു അള്ളാഹിൻ്റെ സവിശേഷതയുടെ ഇതാണ്. ഓരോ നിമിഷവും നമുക്ക് റഹ്മത്ത് ഉണ്ടെങ്കിലേ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥന കൂടെ പറഞ്ഞിട്ട് ക്ലാസ് അവസാനിപ്പിക്കാം. ഈ പ്രാർത്ഥന നമ്മൾ മനസ്സറിഞ്ഞ് പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ പ്രാർത്ഥനക്കും ആ ടച്ചിങ് ഉണ്ട്. ഈ പ്രാർത്ഥന ശരിക്കും നമ്മുടെ കണ്ണ് നനയിക്കുന്ന, നമുക്ക് നമ്മളെ തന്നെ ഇതാണ് ഞാൻ എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ റഹ്മതക അർജു എന്ന് വെച്ചാൽ, അള്ളാഹുവേ നിന്റെ റഹ്മത്തിനെ ഞാൻ പ്രതീക്ഷിക്കുന്നു. വലാ തഖിൽനി ഇലാ നഫ്സി തർഫത ഐനിൻ എന്ന് വെച്ചാൽ, കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് പോലും എന്നെ നീ എൻ്റെ കാര്യം ഏൽപ്പിക്കരുതേ എന്നാണ്. ആലോചിച്ച് നോക്കുക, ഞാൻ എൻ്റെ കാര്യം ഏറ്റു കഴിഞ്ഞാൽ എനിക്ക് അത്രയും കുറവുണ്ട്, ഞാനത് കൊളാക്കും, ഞാൻ ദുർബലനാണ്. കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് പോലും നിന്റെ റഹ്മത്തില്ലാത്തൊരു നിമിഷം എനിക്ക് തരരുതേ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന. അപ്പോൾ ഇന്നത്തെ ആയത്ത് വെച്ചുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, റഹ്മാനെ കുറിച്ച് ഓർക്കുക. വെറുതെ ഓർക്കുകയല്ല, ഇന്നത്തെ പോയിന്റ്സ് ഒക്കെ വെച്ചുകൊണ്ട് ആഴത്തിൽ സത്യസന്ധമായി ഒറ്റയ്ക്കിരുന്ന് സമാധാനത്തിൽ എന്ത് ചെയ്യുക? ആ റഹ്മാനെ കുറിച്ചും റഹ്മത്തിനെ കുറിച്ചും ആലോചിക്കുക. സ്വന്തം കുറവുകളെ കുറിച്ച് വിലയിരുത്തുക. സ്വന്തം കുറവുകൾ എന്ന് പറഞ്ഞാൽ ആകെ കൂടെ പൈസൻ്റെ കുറവ് മാത്രം ആലോചിക്കരുത്, നമ്മുടെ എല്ലാ കുറവുകളും ആലോചിക്കുക. നമ്മൾ ഖുർആൻ പഠിക്കാത്ത കുറവ്, നിസ്കാരം ശരിയാവാത്തതിൻ്റെ കുറവ്, കണ്ണുകൾ നോക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് പോകുന്ന കുറവ്, ഈ കുറവുകളെയൊക്കെ ഇതാക്കിയിട്ട്, ഹിദായത്തിൻ്റെ കുറവ്, ഇതൊക്കെ ഇതാക്കിയിട്ട് അർ റഹ്മാൻ റഹീം, റഹ്മത്ത് അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് തേടുക. റഹ്മത്ത് കൊണ്ട് ഈ കുറവുകൾ ഇതാക്കണേ എന്നുള്ളത് തേടുന്ന ശീലം നമ്മുടെ ജീവിതത്തിൽ ഇതാക്കുക. അതേപോലെ തന്നെ അവസാനമായിട്ട് അള്ളാഹിൻ്റെ റഹ്മത്തിനെ തിരിച്ചറിയുന്ന കണ്ണുകളും മനസ്സും ഉണ്ടാക്കുക. എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന വലിയൊരു സംഭവമൊന്നും ആയിരിക്കും, നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു കൈപിടിക്കലായിരിക്കും, ഒരു വാക്കായിരിക്കും, ഒരാളുടെ കോളായിരിക്കും, നമുക്ക് ഒന്നുമില്ലാത്തടൊപ്പം നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു കെട്ടിപ്പിടുത്തായിരിക്കും. അള്ളാഹിൻ്റെ റഹ്മത്ത് എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അള്ളാഹിൻ്റെ റഹ്മത്തിനെ തിരിച്ചറിയുന്ന ഒരു മനസ്സും കൂടി നമുക്ക് ഉണ്ടാവുക. പടച്ചവൻ നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹിൻ്റെ റഹ്മത്ത് നമുക്ക് ധാരാളമായി പടച്ചവൻ നൽകുമാറാകട്ടെ. ആ റഹ്മാനെ മനസ്സിലാക്കി അവനെ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരുമാറാകട്ടെ. അള്ളാഹു ഗസയിലെ ജനങ്ങൾക്ക് ധാരാളം റഹ്മത്ത് വർഷിച്ചു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അവർക്ക് സമാധാനവും സഹായവും ഒക്കെ ധാരാളം നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.